ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ, ഇവിടെ നമുക്ക് ജിയോമെട്രി കോംപ്ലക്സ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നമുക്കൊരു വൺ സിംപ്ലക്സ് തന്നിട്ടുണ്ട്, A0 A1. ഒരു വൺ സിംപ്ലക്സ് ആണ് A0 A1. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് A0ഉം A1ഉം എന്ന് പറയുന്ന രണ്ട് സീറോ സിംപ്ലക്സ് ഉണ്ടല്ലോ, ഇവരും A0 A1 എന്ന് പറഞ്ഞ രണ്ട് സീറോ സിംപ്ലക്സും ഈ A0 A1 എന്ന് പറയുന്ന ഈ ഒരു വൺ സിംപ്ലക്സും ഇവർ മൂന്ന് പേരും കൂടിക്കഴിഞ്ഞാൽ ജിയോമെട്രി കോംപ്ലക്സ് ഉണ്ടാവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജിയോമെട്രി കോംപ്ലക്സ് ഉണ്ടാവും. കാരണം എന്താ പറയുക, ഒരു ജിയോമെട്രി കോംപ്ലക്സ് ആവാൻ നമുക്ക് വേണ്ടിയിട്ടുള്ളത് 3 കണ്ടീഷനാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞത് ഇതിലുണ്ടാവുന്ന എലമെൻറ്റ് ഫൈനൈറ്റ് ആയിരിക്കണം. ഇവിടെ ഉള്ളത് ഫൈനൈറ്റ് എലമെൻ്റ് അല്ലേ, ഇവിടെ ഉള്ളത് 3 എലമെൻറ്റ്സ് ആണ് അല്ലേ. ഒന്ന് A0 എന്ന് പറയുന്ന ഒരു സീറോ സിംപ്ലക്സ്, ഒന്ന് A1 എന്ന് പറയുന്ന ഒരു സീറോ സിംപ്ലക്സ്, ഒന്ന് A0 A1 എന്ന് പറയുന്ന വൺ സിംപ്ലക്സ്. അപ്പോൾ ഇതിലുള്ളത് ഫൈനൈറ്റ് എണ്ണമാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിലുള്ള സിംപ്ലക്സുകൾ പ്രോപ്പർലി ജോയിൻ്റ് ആയിരിക്കണം. പ്രോപ്പർലി ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒന്നിലേക്ക് ഒരു സിംപ്ലക്സ് വേറെ സിംപ്ലക്സിനോട് ഓവർലാപ്പ് ചെയ്ത് കിടക്കരുത്. ഇപ്പോൾ നോക്കി, ഇതിൽ ഒന്നും ഓവർലാപ്പ് ചെയ്യാതെ എല്ലാം കറക്റ്റ് നല്ല വൃത്തിയിലല്ലേ ഉള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു 2 സിംപ്ലക്സും ഇങ്ങനെ ഒരു 1 സിംപ്ലക്സും ഞാൻ എടുക്കാം. അപ്പോൾ നോക്കിയേ, ഈ 2 സിംപ്ലക്സിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഈ 1 സിംപ്ലക്സ് കിടക്കുന്നത്. അങ്ങനെ കിടക്കരുത്. അങ്ങനെ ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജിയോമെട്രി കോംപ്ലക്സിൽ ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്നറിയോ, നമ്മുടെ സിംപ്ലക്സുകളിലുള്ള എല്ലാ ഫേസും നമ്മുടെ ഈ ജിയോമെട്രി കോംപ്ലക്സുകളിലെ ഫേസ് ആയിട്ടിരിക്കണം. ഇപ്പം നമ്മുടെ ഈ ഒരു ഇതിലുള്ള ഫേസുകൾ ഏതൊക്കെയാണ്, നമ്മുടെ A0 ഫേസ് A0 തന്നെയാണ്, അത് നമ്മുടെ ഇതിലെയും ഫേസാണ്. ഇനി A1 ഫേസോ, അത് A1 മാത്രമേ ഉള്ളൂ, അത് ഇതിലെയും ഫേസാണ്. ഇനി A0 A1 ഏതൊക്കെ ഫേസ് ഉണ്ട്, A0 എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്, A1 എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്, പിന്നെ A0 A1 എന്ന് പറയുന്ന ഫേസും ഉണ്ട് അല്ലേ. അത് 3 ഇതിലുണ്ടല്ലോ. അപ്പോൾ ഇതിലുള്ള ഫേസുകളൊക്കെ എവിടെയുണ്ട്, ഇതിലുണ്ട്. അങ്ങനെ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ജിയോമെട്രി കോംപ്ലക്സ് ആണെന്ന് പറയാൻ പറ്റും.